പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ CJ റോയിയെ ബംഗളൂരുവിലെ ഓഫീസിൽ ഇന്ന് മരിച്ച നിലയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയുന്നത്. തലയ്ക്ക് വെടിയേറ്റ നിലയിലാണ്, സ്വയം വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വെടിയൊച്ച കേട്ട് ഓഫീസ് വളപ്പിനുള്ളിലെത്തിയ ജീവനക്കാരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന CJ റോയിയെ കണ്ടത്. ഉടൻ തന്നെ HSR ലേഔട്ടിലെ നാരായണ ഹൃദയാലയ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നതായാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അശോക് നഗർ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. അവർ മേൽ നടപടികൾ സ്വീകരിക്കുകയാണ്. ഈ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് കാരണം, അത് ED റെയ്ഡാണോ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡാണോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ED റെയ്ഡാണ് ഇതിന് കാരണം എന്ന് ചില ജീവനക്കാർ പറയുന്നുണ്ട്. ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡാണ് കാരണമെന്ന് മറ്റു ചില ജീവനക്കാരും പറയുന്നുണ്ട്. അതോ ഇനി ബിസിനസ് സമ്മർദ്ദങ്ങളാണോ ഈ മരണകാരണം എന്നതും വ്യക്തമായിട്ടില്ല. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ വ്യവസായി, അദ്ദേഹം വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ നിലയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിയൽ എസ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല. മർച്ചൻ്റ് നേവിയിലാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു. 2005 കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. അതിനുശേഷം വലിയ വിജയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ CJ റോയ് നേടിയത്. രാജ്യത്തിനകത്തും പുറത്തുമൊക്കെയായി നിരവധി ഫ്ലാറ്റുകൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മേൽവിലാസത്തോടുകൂടി, അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് എഴുതിയ ആലേഖനത്തോടുകൂടി നിരവധി സ്ഥലങ്ങളിലാണ് ഫ്ലാറ്റുകൾ ഉയർന്നിരുന്നത്. അങ്ങനെ വലിയ ഒരു വ്യവസായ മേഖലയിൽ വലിയ വിജയം നേടിയ ആൾ എന്ന നിലയിൽ കൂടിയായിരുന്നു CJ റോയ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് ഇത്തരം ഒരു മരണത്തിലേക്ക് നയിച്ചത്, ഇത്തരം ഒരു ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന്.